ഹലോ എവ്രി വൺ. ഹായ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് Q&A സെക്ഷനാണിത്. ഒരു ദിവസം വൈകിപ്പോയി, കാരണം ഇന്നലെ ആയിരുന്നു ഞങ്ങൾ ഇടേണ്ടത്. ട്യൂസ്ഡേസും ഫ്രൈഡേസും ഞങ്ങൾ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ പ്രിയക്ക് പല്ലു തന്നെയായിരുന്നു, ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. പ്രിയ ഞാൻ പറയുന്നു പ്രതീക്ഷിച്ചിട്ടില്ല, ഒട്ടുമില്ല. അപ്പോൾ സംസാരിക്കാൻ വയ്യ. അപ്പം ഞാൻ മാത്രമായിട്ട് Q&A ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സോറി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ദിവസം വൈകിയതിന്. പിന്നെ ഈ Q&Aയിൽ ഞാനിപ്പോൾ കമൻറ്റ്സ് നോക്കുമായിരുന്നു. പ്രിയ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു 10-20 കമൻറ്റ്സ് ആദ്യത്തെ ദിവസം കണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ അങ്ങ് 309 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിൽ ട്രൈ ടു ആൻസർ എവ്രി വൺ ഓഫ് ദം. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേരെടുത്ത് തന്നെ ഇത് ആൻസർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്തു എന്നുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്തകൾ എന്തെങ്കിലും വരും. അപ്പോൾ റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യില്ല, പക്ഷേ ആൾക്കാരുടെ പേരും പറയാം, ക്വസ്റ്റ്യനും വായിക്കാം. ആൻഡ് ചിലപ്പോൾ ഇപ്പോൾ 2 എപ്പിസോഡോ 3 എപ്പിസോഡോ പോകും. മാക്സിമം 2 എപ്പിസോഡിൽ നിർത്താം. കാരണം ഞങ്ങളുടെ ഒരു എപ്പിസോഡ് ഞങ്ങൾ 15 മിനിറ്റ്സിലാണ് ചെയ്യാൻ നോക്കുന്നത്. കാരണം അതിൻ്റെ കൂടുതൽ പോയി കഴിഞ്ഞാൽ മിക്കവർക്കും അത് ഭയങ്കര ലെങ്തി ആയി തോന്നും. അപ്പം മതി വാചകം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആത്മജൻ കെ എന്ന് പറഞ്ഞ പുള്ളിയുടെയാണ്. തുടങ്ങാം. അത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഞങ്ങൾക്ക് കമന്റ്സ് ആയി കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് വലിയ മിസ്റ്ററി ഒന്നല്ല. ദില്ലു ചേട്ടന്റെ ജോബ് എന്താന്ന്, അതാണ് എല്ലാ വ്ളോഗിലും കാണുന്നത്. അപ്പൊ എന്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വേറെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരു പാർട്ട്ണർ എൻ്റെ ഫാദറിന്റെ ബ്രദറാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ഇമാക്സ് ബയോജെനിക്സ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേം ഉണ്ട്. കാലിക്കറ്റ് കണ്ണൂർ ബേസ്ഡ് ആണത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ പോകും, അല്ലെങ്കിൽ എൻ്റെ അങ്കിളാണ് അത് കൂടുതൽ നോക്കി നടത്തുന്നത്. സോ അതാണ് എൻ്റെ മെയിൻ ജോബ്. അതല്ലാതെ ഞാൻ കുറച്ച് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കുറേ കാലം ഇപ്പോൾ അഭിനയിച്ചിട്ട് ഓർമ്മയൊന്നുമില്ല. നല്ല അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അഭിനയിക്കാത്തത്. എന്തായാലും പടങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അതല്ലാതെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫ്രീലാൻസ് വർക്ക് ഞാൻ ചെയ്യാറുണ്ട് മാർക്കറ്റ് റിസർച്ചിനൊക്കെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജോലി. പക്ഷേ മെയിൻ ജോബ് ഇമാക്സ് ബയോജെനിക്സ് എന്ന് പറഞ്ഞ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് എൻ്റേത്. അടുത്തത് ദിവ്യ കേസ്. പിന്നെയും ഹായ് ദില്ലു ചേട്ടൻ്റെ ജോബ് എന്താ, അത് ആൻസർ ചെയ്തു. ലക്ഷ്മി അനിൽ, അതും അത് തന്നെ. ചേട്ടൻ്റെയും ചേച്ചിയുടെയും ജോബ് എന്താണ് ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ എൻ്റെ ജോബ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പോൾ പ്രിയയുടെ ഇപ്പോഴത്തെ ജോബ് പ്രിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് കുഞ്ഞിനെ നോക്കുന്നതാണ് ഫസ്റ്റ് മെയിൻ ജോബ്. അതാണ് എൻ്റെ ഫസ്റ്റ് ജോബ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ഗാർമെൻറ്റ് ബിസിനസ് ഞങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ അറിയാലോ, ഞാൻ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റാത്തത് കുഞ്ഞുള്ളതുകൊണ്ട് മിക്ക ഷൂട്ടിങ്ങും ട്രിവാൻഡ്രത്തായിരിക്കും. അപ്പോൾ കുഞ്ഞ് ഒന്ന് വലുതായിട്ട് തുടങ്ങാലോ എന്ന് വെച്ചിട്ടാണ്. കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, ലൊക്കേഷനിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് ഇപ്പോൾ എന്തായാലും ബാങ്കോക്ക് ഫാഷനും സൈഡ് ബൈ സൈഡ് കുഞ്ഞിനെ കൂടെ ഒന്നിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരും ബാങ്കോക്ക് ഫാഷൻ എവിടെയാണെന്ന് തപ്പിയൊന്നും നടക്കരുത്. അത് ഓൺലൈൻ ബുട്ടീക്കാണ്. ഒരു ചെറിയ സ്കെയിലിൽ ഒരു പാഷനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ല, എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ്. ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് എന്നാണ് ആ പേജിന്റെ പേര്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോർ ഇല്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുക. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഔട്ട്ഫിറ്റ്സ് വാങ്ങാം. അടുത്തത് ഓക്കെ, ലവ് സ്റ്റോറി എപ്പോൾ പറയും? അത് ശ്രുതി ദ്രോണ എന്ന് പറഞ്ഞ കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ്. ലവ് സ്റ്റോറി ഞാൻ ആക്ച്വലി ഈ ഇതിൽ പറയുന്നില്ല എന്തായാലും, കാരണം ഇത് ഒരുപാട് ലെങ്ത് ആവും. അത് വെറുതെ പറഞ്ഞ പോലെ ഞങ്ങൾ സസ്പെൻസ് മാത്രമല്ല, അത് പറഞ്ഞ കുറച്ച് ലെങ്ത് ആവും. പിന്നെ അത് മാത്രമല്ല, വെറുതെ ഞങ്ങള് കണ്ടുമുട്ടി ലവ് ആയി കല്യാണം കഴിച്ചു അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അത് കുറച്ച് എന്റെ രീതി പറയണം. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി അത് നിങ്ങളോട് പറയുന്നതായിരിക്കും. പക്ഷെ ഇതിലിപ്പോ വേണ്ട, കാരണം വേഗം മാക്സിമം ആൻസർ ചെയ്ത് പോവാം. എന്നാ സിനിമ സ്റ്റൈല് കുറച്ച് നല്ല ഞങ്ങൾ നോക്കട്ടെ, പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് പറയാൻ പറ്റുമെന്ന് നോക്കുക, അത് ചെയ്യാം. Next one, Arati Vijay. When will you be next traveling abroad? Also, please tell us about the challenges of traveling with a baby and how you are managing it. അയ്യോ, ഭയങ്കര പാടാ മോളെ. Okay, പക്ഷേ ആക്ച്വലി where will you be traveling next abroad? ഇപ്പൊ ഞങ്ങൾ ബാങ്കോക്ക് ആക്ച്വലി എപ്പോഴും പോകുന്നതാണ് അല്ലേ? അതെന്തായാലും പോയേ പറ്റൂ. ഈ പ്രിയയുടെ ബിസിനസ് കാരണം ബാങ്കോക്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. ബാങ്കോക്ക് ഫാഷൻ എന്ന് പറയുന്ന ഔട്ട്ഫിറ്റ്സ് എല്ലാം ബാങ്കോക്കിൽ നിന്നാണ്. ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും ബാങ്കോക്കിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബാങ്കോക്ക് ഫാഷൻ തന്നെ പേരിട്ടിരിക്കുന്നത്. തുടങ്ങിയാൽ ഏറ്റവും ബെനിഫിറ്റ് എനിക്കാണ്, കാരണം സെയിൽസ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് എനിക്ക് ബാങ്കോക്ക് പോയിട്ട് വരാം. എന്താ പറയുക, ഫ്രീ ആയിരിക്കും ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഫുഡിൻ്റെ ഒക്കെ വ്ളോഗ് എടുക്കാനും കഴിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നത് അതാണ്. അപ്പം നെക്സ്റ്റ് when will you
എപ്പോഴാണ് അടുത്ത് പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ വേറെ ഒന്നുള്ളതിന് ഞങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂറാണ്. കാരണം പ്രിയയുടെ ഫാദറിൻ്റെ ഒരു ഡ്രീം സ്ഥലമാണ്. അമേരിക്കയോ നോർവേയോ അങ്ങനത്തെ സ്ഥലമൊന്നുമല്ല, ഡ്രീം സ്ഥലമാണ് സിംഗപ്പൂരിന്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതുമാത്രമല്ല ഞങ്ങൾക്ക് കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ക്രൂസിനും പോകണമെന്ന്, ഒരു ഉഗ്രൻ ക്രൂസിന്. ഇതുവരെ പോയിട്ടില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ട്രാവലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എമൗണ്ട് ചിലവുകളൊക്കെ ചുരുക്കിയിട്ട് എമൗണ്ട് സേവ് ചെയ്യാണ്. അടുത്തത് ക്രൂസിന് തന്നെ പോകണം. പിന്നെ ബേബി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ചലഞ്ചസ് മാത്രമേ ഉള്ളൂ. എൻജോയ്മെന്റ് ഒക്കെ കുറവാണ് അല്ലേ? അതെ, എന്താ വെച്ചാൽ കുഞ്ഞിന് ടൈമിന് ഭക്ഷണം കൊടുക്കണം, പിന്നെ ഞങ്ങൾ മാറി മാറി എടുക്കണം, പ്രാം തള്ളണം, കുഞ്ഞിന്റെ പാക്ക് ചെയ്യണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ചാലഞ്ച് തന്നെയാട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടിയത് എന്താണെന്നറിയില്ല, ഇത്രയും നാള് ടച്ച് വുഡ് വേദുവിന് ഔട്ട്ഡോർസ് ഭയങ്കര ഇഷ്ടമാണ്. അവനും യാത്ര ചെയ്യാൻ യാത്ര ഇഷ്ടമാണ്. അതെ, യാത്ര ഇഷ്ടമാണ്. തണുപ്പ് ഇഷ്ടമാണ്. ചൂടത്ത് പോയി കഴിഞ്ഞാൽ വേദു ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. തണുപ്പ് എത്ര വേണമെങ്കിലും സഹിക്കും. ഇപ്പൊ സാക്കോപ്പൈനിലൊക്കെ അവന് ഒരു കോൾഡ് ഫീവർ ഒന്നും വന്നിട്ടില്ലായിരുന്നു. യൂറോപ്പിൽ ഓൾമോസ്റ്റ് മൈനസ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പോയ ടൈമിൽ. വെതർ ഡിസംബറിലായിരുന്നു, 2019 ഡിസംബറിലാണ് പോയത്. അവന് ചുമയോ പനി ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് വേറെ ചലഞ്ചസ് ആയിട്ട് ഇത് തന്നെ കരച്ചിലും നോക്കലും, പിന്നെ അവന്റെ റൂട്ടീൻ. പിന്നെ അവൻ തീരെ കുഞ്ഞായതുകൊണ്ട് അവന് സത്യം പറഞ്ഞ സമയത്തിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടാണ്ട് കിടന്നുറങ്ങിക്കോളും. അവന് ഒന്നാമത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് ഫുള്ള് താല്പര്യം. ഇവിടെ ആണെങ്കിൽ വേദുവിന്റെ ഫേവറേറ്റ്, വേദുവിനെ എവിടെയും കണ്ടില്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് നോക്കിയാൽ മതി. അകത്ത് കയറി ഇരിക്കില്ല, ഫ്രിഡ്ജ് തുറന്ന് കൈ അവിടെ വെച്ച് കാറ്റും കൊണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അത് വേദുവിനെ കൊണ്ട് വേറെ ചലഞ്ചസ് ഇല്ല, ബാക്കിയുള്ളവർക്കുള്ള ചലഞ്ചസ്. പിന്നെ ഞങ്ങൾ ഫുഡിന്റെ കാര്യത്തിലൊന്നും അധികം സ്ട്രെസ് എടുക്കാറില്ല. കാരണം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇനി അവിടെ പോയി കുക്ക് ചെയ്യാൻ അതൊന്നും നടക്കില്ല. ഞങ്ങൾ ഈ പൗഡർ സെർലാക്കും നെസ്റ്റം ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാക്സിമം എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ചെയ്യും. എന്തായാലും ചലഞ്ചസ് എന്തായാലും ഉണ്ട്, നിങ്ങൾ കാണുന്നത് മാത്രമല്ല. വേദു ഒരുപാട് കരയാറുണ്ട്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഫുഡൊക്കെ കിട്ടാറത്തപ്പോൾ, അല്ലെങ്കിൽ ഡൈപ്പർ വെറ്റാവുമ്പോൾ നല്ല വാശിയുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ വ്ളോഗിൽ കാണിക്കില്ല. അപ്പോൾ ചിരിക്കുന്ന മുഖം മാത്രമല്ല വേദു, ഒരു ടെററും കൂടെയാണ്. ഓക്കെ, അപ്പം ഞാൻ വിനോദ് KS, ഞാൻ ഇന്ദ്രജ ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ളോഗ് ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾ ഫാമിലി ബോണ്ടിങ് ഗിവ്സ് ഹാപ്പിനെസ്. ഐ എം ജസ്റ്റ് എ ടീനേജർ who wish to have this kind of bonding in the future with your family. Love your family. അത് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒരു നല്ല കമന്റ് ആയിരുന്നു. ഓക്കെ വിനോദ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അതിന് ദേവഗംഗ, ഇതുവരെ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ്, ഫേവറേറ്റ് മലയാളം ആക്ടർ, ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി. ഓക്കെ, ഇതുവരെ പോയ കുറേ സ്ഥലങ്ങളിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാൻഡ് ഔട്ട് ട്രിപ്പ് കൊറിയ, സൗത്ത് കൊറിയ തന്നെയാണ്. ഞങ്ങൾ സൗത്ത് കൊറിയ പോയിട്ടുണ്ട്. ആൻഡ് ടർക്കി. ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയ സ്ഥലം. ഈവൻ സാക്കോപ്പൈൻ ഉണ്ട്. ആക്ച്വലി നോക്കട്ടെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പഴയ ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ തപ്പിയിട്ട് ഒരു കൊറിയയുടെയും ടർക്കിയുടെയും ബ്ലോഗ് കൊറിയയുടെ എന്താ വെച്ചാൽ നമ്മള് ഫുൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത എബ്രോഡ് കൊറിയയിലായിരുന്നു. അതുകൊണ്ട് അത് ഭയങ്കര ഒരു അതത്ര അധികം ആൾക്കാർ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അത് ആരും അധികം പോവാത്ത സ്ഥലവും കൂടെയാണ്, ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് പോവാത്തതാണ് സൗത്ത് കൊറിയ. അപ്പൊ നിങ്ങൾക്ക് അടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കൊറിയയുടെയും ടർക്കിയുടെ ഒക്കെ ട്രാവൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ച് കമ്പൈൽ ചെയ്തിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ സാക്കോപ്പൈൻ വാസ് ഓൾസോ റിയലി ബ്യൂട്ടിഫുൾ. പക്ഷേ ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഫേവറേറ്റ് മലയാളം ആക്ടർ, എന്റെ ഫേവറേറ്റ് മലയാളം ആക്ടർ മോഹൻലാലാണ്. ഇനി പോവാൻ ആഗ്രഹമുള്ള ഒരു കൺട്രി, എനിക്ക് ഐസ്ലാൻഡിൽ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് തോന്നുന്നു പാരീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതാ ഏതെങ്കിലും ഒരു സ്ഥലം ചോദിച്ചതിന് ഉത്തരം പറയണം. അങ്ങനെ പറയാൻ പറ്റില്ല, കുറെ ഉണ്ട് ആക്ച്വലി. എന്നാലും ചോദിച്ചത് ഒരു ഇത് മറ്റേ അങ്ങനെ. ഓക്കെ, പാരീസ്. അപ്പൊ ദേവഗംഗയാണ് ഇത് ചോദിച്ചത്. വേദുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? അവന് സെർലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവൻ്റെ ഇപ്പൊ ഫേവറേറ്റ് ആ ടൈമിൽ. ഇപ്പൊ അവന് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ദോശയും ശർക്കരപ്പാവും അതും ഇഷ്ടമാണ്. ഹൗ മെനി കൺട്രീസ് ഡു യു വിസിറ്റ്, വിച്ച് ഇസ് എ ഫേവറേറ്റ് ആൻഡ് ഡ്രീം ഡെസ്റ്റിനേഷൻ? അത് ഓൾറെഡി ആൻസർ ചെയ്തു സജിത മധുവിന്റെ. കൺട്രീസ് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 കൺട്രീസ് ഉണ്ട്. അത് ഇനിയിപ്പോൾ ആലോചിച്ച് കൗണ്ട് ചെയ്ത് സമയം എടുക്കും. സഫ സലീം, ചേട്ടാ പ്രിയ ചേച്ചിയുടെ 3 പോസിറ്റീവും 3 നെഗറ്റീവും. അതുപോലെ ചേട്ടന്റെ 3 പോസിറ്റീവും 3 നെഗറ്റീവും. 3 പറയാൻ പറ്റില്ല, ഇപ്പൊ ഒരെണ്ണം പറയും, ഞാൻ ആലോചിച്ചെടുക്കണ്ടേ. ഇത് കുടുംബകാലം ഉണ്ടാക്കുന്നു തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. പ്രിയ ചേച്ചിയുടെ 3 പോസിറ്റീവ് എന്തായാലും പ്രിയ
ഇതുവരെ ഒന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല എൻ്റെ അടുത്തുനിന്ന്. ഇനി അത് ചോദിച്ച് ഡിമാൻഡ് ചെയ്യണ്ട, കാരണം എനിക്ക് അത് വേണം ഇത് വേണം. അത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ ഓർക്കാൻ പറ്റുന്നില്ല. തൽക്കാലം ഒന്നേ ഉള്ളൂ. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പൊ എനിക്ക് അതാണ് ഒട്ടും ഡിമാൻഡിങ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നല്ല, എന്നോടൊന്നും അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല, കയ്യില് പൈസ ഒന്നും ഇല്ല. അപ്പൊ അത് ഒരു ഭയങ്കര പോസിറ്റീവ് ആണ്, ഒട്ടും ഡിമാൻഡിങ് അല്ല. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ലോ ആണ്, വെരി സ്ലോ. അത് ഇന്റർനെറ്റിന്റെ ഒക്കെ ആരോട് ചോദിച്ചാലും, ഞങ്ങളുടെ ഫാമിലിയിൽ അറിയാവുന്ന ആരോടും ചോദിച്ചാലും ഞാൻ പറയട്ടെ, എന്നോട് ചോദിച്ചത് അപ്പോൾ എക്സ്ട്രീംലി സ്ലോ ആണ്. അത് എല്ലാത്തിനും, ഡ്രസ് ചെയ്യാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും എപ്പോഴും മിസ്സിംഗ് ആയി പോകും പ്രിയ. ഞങ്ങളും ഫ്രണ്ടിൽ നടന്നു ബാക്കി നോക്കുമ്പോൾ പ്രിയ ഇല്ല. പിന്നെ 1 മണിക്കൂർ ട്രിപ്പിന് പ്രിയനെ തപ്പിക്കൊണ്ട് നടക്കണം. അല്ല, ഇന്ദ്രേട്ടൻ പറയും ഞങ്ങൾ എബ്രോഡ് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മിനിറ്റിന് ബാത്റൂം പോകണം. അതും ഞങ്ങൾ 5-6 ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ പോയി ഓരോന്ന് ഊരി ബാത്റൂമിലെല്ലാം പോയി വരുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ പോകും. അങ്ങനെ 3-4 തവണ പോകും, അങ്ങനെ 3-4 മണിക്കൂർ പോകും. അപ്പൊ ഇന്ദ്രേട്ടൻ പറയും നിന്നെ വെച്ച് ട്രാവൽ ചെയ്യണമെങ്കിൽ 15 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ നമ്മൾ 20 ദിവസം ആക്കണമെന്ന്. 5 ദിവസം ഇതിനു വേണ്ടി തന്നെ പോകും. ഓക്കെ, അപ്പൊ അതൊരു പോസിറ്റീവ് നെഗറ്റീവ്. ഇനി എന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവും പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് തന്നെ. അങ്ങനെ ദില്ലുവിന് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരത്തില്ല, അതൊരു പോസിറ്റീവ് ക്യാരക്ടറാണ് എൻ്റെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ദില്ലുവിന് ഞാൻ ദേഷ്യപ്പെട്ടാലും ദില്ലു എല്ലാം സാമട്ടിലെടുക്കും, അതുകൊണ്ട് എനിക്ക് വഴക്കടിക്കാനും പറ്റത്തില്ല. അതൊരു പോസിറ്റീവ് ക്യാരക്ടറാണ് അങ്ങനെ. പക്ഷെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ വന്നാലും എന്താ പറയുക, സീരിയസ് ആയിട്ടും എടുക്കില്ല, എല്ലാം സാമട്ട. അത് സത്യമാണ്, അമ്മ പണ്ട് തൊട്ടേ പറയായിരുന്നു ഒരു സീരിയസ് മാറ്റർ വരുമ്പോ സീരിയസ് ആയിട്ട്. ഓക്കെ മതി, മനസ്സിലായി. അടുത്ത നെഗറ്റീവ് പറ. നെഗറ്റീവ് ഇത് തന്നെ പോസിറ്റീവും നെഗറ്റീവും ആണല്ലോ. ഇത് തന്നെ പോസിറ്റീവ്. പ്രിയ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇപ്പൊ വീഡിയോ ഗെയിം എല്ലാം കളിച്ചോണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ ഞാൻ കേൾക്കുന്ന പോലെ കാണിക്കും, ശ്രദ്ധിക്കൂല. പിന്നെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയും കാണും, പിന്നെ ഞാൻ അത് രണ്ടാമത് പറയേണ്ടി വരും, അപ്പൊ എനിക്ക് ദേഷ്യം. ഞാൻ ഒരുപാട് സീരിയസ് ആയിട്ട് ലൈഫ് എടുക്കില്ല, അങ്ങനെ നമ്മൾ ഫുൾ ടെൻഷൻസ് ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് കാരണം. ഓക്കെ, അടുത്തത് പിന്നെയും വിനോദ് കേസ് കുറെ ക്വസ്റ്റ്യൻസ് ആയി. ദിലു ചേട്ടനും പ്രിയ ചേച്ചി ഒരു കപ്പിൾ ചലഞ്ച് ചെയ്യുക, അതെന്താ? ഞാൻ നോക്കട്ടെ, എന്താന്ന് എനിക്ക് അറിയില്ല. എന്താന്നറിയില്ല. ഫുഡ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഞാൻ തോറ്റു. പിന്നെയും ദേവഗംഗ ചോദിച്ചിട്ടുണ്ട്, റീസെന്റ് സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ, സ്വന്തം നെയിം ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല, ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. റീസെന്റ് സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് പ്രിയയുടെ പൂർണിമയുടെ ഒക്കെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഷാൻ മുട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ബോളിവുഡിലെ ഒരു ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളി ഞങ്ങളോട് ഇങ്ങനെ വന്നൊന്ന് ചോദിച്ചു, സജസ്റ്റ് ചെയ്തു. ഹി ഹാസ് എ യൂട്യൂബ് ചാനൽ, ഷാൻ മുട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ യൂട്യൂബ് ചാനലും ആണ്, ഭയങ്കര പോപ്പുലർ മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ് ബോളിവുഡിൽ. പുള്ളി 4-5 വർഷമായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വളരെ സക്സസ്ഫുൾ ആണ്, 2.5 ലക്ഷം ഫോളോവേഴ്സ് കണ്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതല്ലേ, ഫുഡ് ഇഷ്ടമുള്ളവരല്ലേ, ഫിറ്റ്നസ് ഇഷ്ടമുള്ളതല്ലേ, തുടങ്ങ്, ഇറ്റ്സ് ഗുഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കും ഇങ്ങനെ ആൾക്കാരെ രസിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ യൂട്യൂബിന് വേണ്ടി ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇപ്പോൾ ട്രാവലിംഗ് ആണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും അത് തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. ആൻഡ് ഐ എൻജോയ് മേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഐ ലൈക്ക് ഓൾ ദാറ്റ്. അപ്പോൾ ഒരു പാഷനായിട്ട് തന്നെയാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഓക്കെ, ദിലു ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അരുൺ രാമകൃഷ്ണൻ, അതും ആൻസർ ചെയ്തു. ഇനി പോകാൻ ആഗ്രഹമുള്ള ഒരു രാജ്യം? ഗ്രീഷ്മ, അതും ആൻസർ ചെയ്തു. സുമി എസ് കുമാർ, ചേട്ടൻ്റെ ജോബ് എന്താ ശരിക്കും? അത് പറഞ്ഞു. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ വീഡിയോസ്, വേദു ഇസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ കുഞ്ഞിൽ ഒരു സെക്കൻഡ് എൻ്റെ കുഞ്ഞ് 1 സെക്കൻഡ് പോലും അടങ്ങിയിരിക്കില്ല. വേദുവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ കാർ സീറ്റിലൊക്കെ ഭാഗ്യത്തിൽ കൊച്ചിൽ ഇരുത്തിയത് കൊണ്ട് അടങ്ങിയിരിക്കാറുണ്ട്. വ്ളോഗിന് പറ്റിയ ഒരു ക്യാമറ പോലും ഓണാക്കാൻ അവൾ സമ്മതിക്കില്ല. അത് മിക്ക പിള്ളേരും അങ്ങനെയാണ്. ഇറ്റ്സ് വെരി ഹാർഡ്. ഭാഗ്യത്തിന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്? ഇന്നൂസ് വ്ളോഗ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 12th വരെ കുവൈറ്റിലാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ ചിന്മയ കോളേജിലാണ്, എറണാകുളം. പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ ഒരു ട്വിനിങ് പ്രോഗ്രാം ആയിരുന്നു. ഞാൻ MBA ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ആണ് ചെയ്തത്. 1 വർഷം ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിലും 1 വർഷം ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലും. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ.
ഞാൻ ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെയാണ് പഠിച്ചത്. സെൻറ്റ് ജോസഫ് കോളേജിൽ മാത്സ് കോമാണ് ഡിഗ്രി ആയിട്ട് എടുത്തത്. PG ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ആണ് PG എടുത്തത്. പിന്നെ ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെയും വിനോദ് കേസ് ആണ് ഫുൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ദിലു ചേട്ടന് ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ, ഇനി പോവാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാ? ഇത് രണ്ടും ഞങ്ങളിപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്നു. പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സ്ഥലം ഇസ് ബാങ്കോക്ക്. ഇനി പോകാനുള്ളത് ഞാൻ പറഞ്ഞു ഐസ്ലാൻഡ്. ഫുഡിന്റെ തന്നെയാണ്, ആൻഡ് ഇറ്റ്സ് വെരി ചീപ്പ്. എനിക്കും ബാങ്കോക്ക് ഇഷ്ടമാണ്. ഫുഡ് മാത്രമല്ല, ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാത്തിനും. അത് ആക്ച്വലി ഞങ്ങൾ അധികം പറയണ്ട. ഞാൻ ഒരു നിങ്ങൾക്ക് ബാങ്കോക്ക് പോകണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യും. ഇവിടുന്ന് വിസയും ടിക്കറ്റും എടുക്കുന്ന തൊട്ട് അവിടെ പോയിട്ട് ഓരോ ദിവസങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ബാങ്കോക്കിൽ ഒരു ബഡ്ജറ്റായിട്ട് ഫാമിലി ആയിട്ടാണെങ്കിലും സിംഗിൾ ആയിട്ടാണെങ്കിലും എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എന്നുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ ഒരു 7-8 മാസം മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തായാലും സമയമാകുമ്പോൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ചേട്ടനും ചേച്ചിയുടെ ഏറ്റവും അത് അനഘ അനു ചേട്ടൻ ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? അത് ഞാൻ പറഞ്ഞു, ഭയങ്കര സ്ലോനെസ് ആണ്. അതുപോലെ പിന്നെ അതുപോലെ ചേച്ചിക്ക് ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിൽ ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടാകും. ഞങ്ങൾ രണ്ടുപേരുടെയും ഏജ് പറയാൻ പറ്റില്ല, കാരണം എന്റെ ബർത്ത്ഡേ ഉടനെ വരും. അപ്പൊ ഇതിനെ അടുപ്പിച്ചൊന്നും ഏജ് പറയാൻ പാടില്ല എന്നാണ് ഒരു കാര്യം. പിന്നെ ഓബിയസ്ലി ഏജ് പറയുന്നതായിരിക്കില്ല. പിന്നെ അടുത്തത് സുമി എസ് കുമാർ. വേദുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറ്? ടൈം റൂട്ടീൻ. വേദു ഉറങ്ങുന്നത് എപ്പോഴാണ്? ഫുഡ് കൊടുക്കുന്ന ടൈം, അതിൻ്റെ റൂട്ടീൻ പ്ലീസ്. അത് ഞാനൊരു ഫുൾ വ്ളോഗായിട്ട് ചെയ്യാൻ തോന്നുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് വേദുവിൻ്റെ റൂട്ടീൻ വെച്ച്. അത് പക്ഷേ കൊച്ചിയിലായിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മൾ 1 വയസ്സിന് മുമ്പായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഒരു ഡാഡ് ടേക്ക് കെയർ ഓഫ് വേദു എന്ന് പറഞ്ഞൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഡാഡ് ടേക്ക് കെയർ ഓഫ് ബേബി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞങ്ങളുടെ ഒരു വ്ളോഗിലുണ്ട്. അതിലൊരു ഫുൾ റൂട്ടീൻ ഉണ്ട്. പക്ഷെ ഇനിയുള്ള റൂട്ടീൻ അടുത്ത മാറുമല്ലോ. അപ്പൊ അടുത്ത റൂട്ടീൻ ഞാൻ ഒരു ഫുൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഷുവർ. പിന്നെ മൃദുല ഗോപിനാഥ്, വാട്ട് ഇസ് എ പ്രൊഫഷൻ? അത് ഇട്ടു. വാട്ട് ഇസ് എ ലോങ് ടേം വിഷൻ ഗോൾ ഫോർ OHF ചാനൽ? ഓൾ ഗുഡ് വിഷസ്. ഓക്കെ, എനിക്ക് OHF ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു മലയാളത്തിലെ ഒരു ടോപ്പ് യൂട്യൂബ് ഫാമിലി ലൈഫ് സ്റ്റൈൽ ചാനൽ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും മാക്സിമം റീച്ച് കിട്ടണം എന്നാണല്ലോ. എന്തൊക്കെ പാഷൻ ആണെങ്കിലും ഞാൻ മാക്സിമം റീച്ച് കിട്ടണം എന്നാണ്. അപ്പോൾ എനിക്ക് അതിനുവേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്കൊരു മലയാളത്തിലെ ടോപ്പ് ചാനൽ ആക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രിയേറ്റിവിറ്റിയും ഒറിജിനൽ കണ്ടന്റ്സും മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് അവരെന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടില്ല. ഇതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ലോങ് ടേം ഗോൾ. വിച്ച് റെസ്റ്റോറൻറ്റ് യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ കേരള? ജയലക്ഷ്മി രാഹുൽ. അത് എന്നോടും പ്രിയനോടാണെങ്കിൽ ഞാൻ എൻ്റെ പറയാം. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഫുഡായിരുന്നു ഇവര് കഴിച്ചുകൊണ്ടിരുന്നത്. ദോശയും ആഴ്ചയിൽ ഒരിക്കലായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയയുടെ അമ്മേനോട് ഞാൻ പറയാം പ്രിയയുടെ അമ്മേനോട് ഞാൻ അത് പറഞ്ഞിടാം. കാരണം പ്രിയ ഇടയ്ക്കിടയ്ക്ക് വെറുതെ കള്ളത്തരം പറയും ഇങ്ങനത്തെ കാര്യത്തില്. അതെ, അപ്പൊ ഞാൻ പറയാം, ഇവര് ഒട്ടും വെളിയിൽ പോവാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു, കഴിക്കാത്ത ആൾക്കാരായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും അല്ലല്ലോ വിഷയം. അപ്പൊ പോവാത്ത ആളായിരുന്നു. ഞാനാണെങ്കിൽ ഗൾഫിലൊക്കെ വളർന്നുകൊണ്ട് എപ്പോഴും വെളിയിലായിരുന്നു. അപ്പോൾ ഞാൻ വന്ന പിന്നെയാണ് പ്രിയയ്ക്ക് കുറേ ടൈപ്പ് ഫുഡ് ആക്ച്വലി ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യുന്നത് തന്നെ. ആൻഡ് എനിക്ക് ഫുഡിനെ കുറിച്ച് കുറേ അറിയാം, കാരണം ഞാൻ ആക്ച്വലി കുറച്ച് culinary ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് അച്ഛനൊന്നും ഇങ്ങനെ ഷെഫൊന്നും ആവുന്ന താല്പര്യമില്ല, അതൊരു താന്ന ജോബൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയായിരുന്നു. ഇന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന പ്രൊഫഷനാണ്. അപ്പോൾ പോട്ടെ, എന്തായാലും അതൊക്കെ കൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള ക്യൂസീനോ ഇന്ത്യൻ ക്യൂസീനോ വളരെ കുറച്ച് താല്പര്യം കുറവാണ്, അല്ലെങ്കിൽ താല്പര്യം അധികം ഇല്ല. എനിക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഫുഡാണ് ഇഷ്ടം. പക്ഷേ ആൻഡ് എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ സത്യത്തിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബുഫേസാണ് ആക്ച്വലി ഏറ്റവും ഇഷ്ടം. അതിന് ആ ബുഫേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം 2 പറയാം. എനിക്ക് ക്രൗൺ പ്ലാസയിലെ ബുഫേ ഭയങ്കര ഇഷ്ടമാണ്, ആൻഡ് ഗ്രാൻഡ് ഹയാത്തിലെ സൺഡേ ബ്രഞ്ച്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പ്രിയനെ ഇതുവരെ സൺഡേ ബ്രഞ്ചിന് കൊണ്ടുപോയിട്ടില്ല, അപ്പോഴേക്ക് ലോക്ക്ഡൗൺ ആയി. 1 വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ ഇതുവരെ അതിന് പോയിട്ടില്ല.
പ്രിയയുടെ ഫേവറേറ്റും ക്രൗൺ പ്ലാസ ബ്രഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. നാടൻ ഫുഡ് ഇഷ്ടമാണ്. പ്രിയക്ക് നാടൻ ഫുഡ് ഭയങ്കര സദ്യ ഭയങ്കര ഇഷ്ടം. സോറി, അപ്പൊ പക്ഷെ റെസ്റ്റോറന്റ് ചോദിച്ചത്. റെസ്റ്റോറന്റ് ക്രൗൺ പ്ലാസയിലെ ബ്രഞ്ച് ഇഷ്ടമല്ല. എന്താ പറയാ, ഇന്ത്യൻ ഫുഡൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് പാരഗൺ ഇഷ്ടമാണ്. പൊറോട്ട, ബീഫ്, അത് നല്ല ടേസ്റ്റ് അവിടുത്തെ. പാരഗൺ ഇഷ്ടമാണ്. പിന്നെ ഏഷ്യൻ ഫുഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ടോക്കിയോ ബേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫോർട്ട് കൊച്ചിയിൽ. ടോക്കിയോ ബേ എനിക്കിഷ്ടമാണ്. പിന്നെ ആസ് യൂഷ്വൽ ബുഫേക്ക് ഹയാത്ത് നല്ല സ്പ്രെഡാണ്. പിന്നെ ഈ തട്ടുകട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആക്ച്വലി വെക്കേഷൻ ഒക്കെ വരുമ്പോൾ അല്ല, സാധാരണ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സരിത തിയേറ്ററിന്റെ ഒക്കെ ഫ്രണ്ടിൽ. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് തട്ടുകട ഇസ് റിയലി ബാഡ്. അത് അവര് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും, മിക്കയിടത്തും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെക്കും. അത് തന്നെയാണ് അവർ കറിയിലും മറ്റേ ഫ്രൈ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു 20 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ സർവീസ് ആയിട്ട് പോയിരിക്കാം. എനിക്കൊന്നും അപ്പോൾ ഈ തട്ടുകട ഇപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞു. അർജുൻ എസ്, ലൈഫ് വെൻ യു ആർ അബ്രോഡ് ഫോർ യുവർ എഡ്യൂക്കേഷൻ, കോഴ്സ് ആൻഡ് വിച്ച് കൺട്രി, ഹൂ ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ദി ചാനൽ. ഇതെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. അർജുൻ എസ്. വിസ്മയ UK, ഹായ് നിഹാൽ. നിലു ബ്രോ അല്ല, നിലു ആക്ച്വലി ഞങ്ങളുടെ ഫ്രണ്ടാണ്. നിഹാൽ ബ്രോ ആൻഡ് പ്രിയ ചേച്ചി വേദുമോൻ. മൈ ക്വസ്റ്റ്യൻ ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതറിയില്ല. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഓഫ് ബോത്ത് നിലു. പിന്നെ നിലു അല്ല, ദിലു ആൻഡ് പ്രിയ. അതൊക്കെ പറഞ്ഞു. പ്ലീസ് സേ മൈ നെയിം. ഞാൻ സെയിം പറഞ്ഞല്ലോ, വിസ്മയ വിമ്മി. ഓക്കെ വിമ്മി, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. UK ബി സേഫ്. കൊറോണ അവിടെ ഭയങ്കര പ്രശ്നമൊന്നും കേട്ടു. വാട്ട് ലൈഫ് ലെസൺ ഡിഡ് യു ലേൺ ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദിസ് യൂട്യൂബ് ചാനൽ? ലൈഫ് ലെസൺ ഒന്നും അങ്ങനെ ലേൺ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം യൂട്യൂബിൽ അങ്ങനെ ഹറാസ്മെൻറ്റോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കുറച്ച് വന്നു. ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾക്കൊരു മോഡറേറ്റർ ഉണ്ട് ഇതൊക്കെ നോക്കാനായിട്ട്. ആ പുള്ളി എല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലൈഫ് ലെസൺ ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്നൊരു സംഭവമാണെന്ന് മനസ്സിലായി. ടു എൻ്റർടൈൻ പീപ്പിൾ ആൻഡ് ടു ഡു ഓൾ ദിസ്. What inspire you the most to travel with your family? ഇങ്ങോട്ടായിരിക്കും. എനിക്ക് കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര കല്യാണത്തിന് ശേഷമല്ലേ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ട് ആയത്? കല്യാണത്തിന് ശേഷം അതെ ഞാൻ പറഞ്ഞു, കുറച്ചും കൂടെ ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു. ആ സമയത്ത് പ്രിയ അവർ കുറച്ചും കൂടെ ഒരു സോഷ്യലി ആക്റ്റീവ് ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ടായി കല്യാണം ശേഷം. പക്ഷേ എനിക്ക് ഫാമിലിയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ക്യാൻസറിനായിരിക്കും. ഐ എം വെരി മച്ച് എ ഫാമിലി പേഴ്സൺ. ഞാൻ ഈയിടെയായിട്ട് ഫ്രണ്ട്സായിട്ട് 2-3 തവണ പോയിട്ടുള്ളൂ. ആൻഡ് എനിക്ക് ഫാമിലിയായിട്ട് പോകുമ്പോൾ കാരണം ഓൾമോസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാം. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ. പാർട്ടി മൂഡാണ്. ഞങ്ങൾ പാർട്ടിക്കും പോവും, അമ്പലത്തിലും പോവും, എല്ലാം പോവും. അപ്പൊ അങ്ങനത്തെ സെലിബ്രേഷൻ ആണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോ. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാമിലി ആയിട്ട് പോകാൻ. അത് തന്നെയാണ്, അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് മെയിൻ ഇഷ്ടം. വാട്ട് ഇൻസ്പയർ യു ടു മോസ്റ്റ് ട്രാവൽ വിത്ത് ഫാമിലി, അതൊക്കെ പറഞ്ഞു. ഓക്കെ, വിസ് ദേവ് ലവ് സ്റ്റോറി പിന്നെ പറയാം. ശില്പ ഷൈബിൻ, അമ്മായി അമ്മയും മരുമോളും വഴക്ക് ഉണ്ടോ വീട്ടിൽ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴക്കുണ്ട്. ഇല്ലാത്തത് നമ്മള് വെറുതെ ഇനി കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റേ കത്തിയും പാക്കത്തിയും കുത്തിയും പക്ഷെ എന്തായാലും ചെറിയൊരു വഴക്കുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ പാച്ചപ്പം വേറെ വിഷയമൊന്നുമില്ല. അത്രേ, അത് ഭയങ്കര അടിയാണ്. അപ്പുറത്തും വീട് വരെ കേൾക്കാൻ പറ്റും. ഞാനും അമ്മയായിട്ട് അത്രയില്ല. ഓക്കെ, നിങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ്? അതിപ്പം പറഞ്ഞു, കൊറിയൻ, ടർക്കി, യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ, അതൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ കുറേ നേരം ആയെന്ന് തോന്നുന്നു, എനിക്കറിയാം. ഓക്കെ, ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളം. ആഫ്റ്റർ ലോക്ക്ഡൗൺ വിച്ച് കൺട്രി വുഡ് യു ലൈക്ക് ടു വിസിറ്റ്? ഞാൻ പറഞ്ഞു സിംഗപ്പൂരാണ്. യുവർ ഫേവറേറ്റ് മലയാളം ട്രാവൽ ചാനൽ, യുവർ ഫേവറേറ്റ് മലയാളം ലൈഫ് സ്റ്റൈൽ ചാനൽ, യുവർ ഫേവറേറ്റ് മലയാളം കുക്കിംഗ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ആക്ച്വലി യൂട്യൂബേഴ്സിന് ആരെയും അങ്ങനെ ഞാൻ എൻ്റെ ലിസ്റ്റിലാണെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഞാൻ അതുപോലെ തന്നെയായിരുന്നു. സിനിമ കാണുമ്പോൾ ഞാൻ അധികം മലയാള സിനിമകൾ കാണാതിരിക്കാൻ നോക്കും. കാരണം അത് അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതുകൊണ്ട് ഞാൻ മലയാളം വ്ളോഗ്സ് ഒട്ടും കാണാറില്ല. ഞാൻ പിന്നെ കാണുന്ന ആൾക്കൂടെ സുജിത് ഭക്തിൻ്റെ ടെക് ട്രാവലിറ്റാണ്. വേറെ മലയാളം വ്ളോഗ്സ് ഒന്നും കാണാറില്ല. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാനില്ല. ബ്യൂട്ടി ചാനൽ പ്രിയ കാണാറില്ല. അത് പ്രിയ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല.
കാണാറേ ഇല്ല, കാണാൻ സമയമില്ല ഫസ്റ്റ്. പിന്നെ ഇനിയുണ്ട് നല്ല ക്വസ്റ്റൻ ഉണ്ട്. വെൻ യു ആർ ട്രാവൽഡ് ഇൻ ഫ്ലൈറ്റ്സ് ഹാവ് യു എവർ എക്സ്പീരിയൻസ് ടർബുലൻസ്? എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റ് കുലുങ്ങിയിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. എനിക്ക് പേടിയാണ്. ഞാൻ ഒരു പോവാത്ത ഫ്ലൈറ്റിൽ എല്ലാ ഫ്ലൈറ്റിലും പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ പേടി മാറിയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഇത്ര പേടിയാന്ന്. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഹണിമൂണിന് ബാങ്കോക്കാ പോയെ. അപ്പോൾ ബാങ്കോക്കിൽ ഫ്ലൈറ്റിന് അടുത്തിരിക്കുന്നു, എൻ്റെ കൈയും സീറ്റൊക്കെ ഇങ്ങനെ അനങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അയ്യോ അയ്യോ ഇപ്പോൾ വീഴുന്ന രീതിയിൽ ഞാൻ ഷോക്കായിപ്പോയി ഇത് കണ്ടപ്പോൾ. ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് പേടിയാന്ന് ഫ്ലൈറ്റിൽ കയറാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇടയ്ക്ക് ഇങ്ങനെ കുലുങ്ങും ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പേടിപ്പിക്കാൻ. ഓക്കെ, പിന്നെ വിച്ച് ഓൾ കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്? ഞാൻ വേഗം പറയാം. എനിക്കൊന്ന് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം, എന്നിട്ട് വേണമെങ്കിൽ ഒരു എപ്പിസോഡും കൂടെ പോവാം. കാരണം ഇതിപ്പോൾ കുറേ നേരമായി. നിങ്ങൾക്ക് ബോറടിച്ചില്ലെങ്കിൽ എനിക്ക് 3, 4, 5 എപ്പിസോഡ് പോവാം. അവർ പറയട്ടെ, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇനിയും ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് ആരെയും ഒഴിവാക്കാൻ മൈൻഡ് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ നിന്ന് ഏറ്റവും പഴയ മെസ്സേജസ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, അപ്പോൾ വിച്ച് കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്? ഞാൻ പറയാം, ഞാൻ പോയ കൺട്രീസ് വേഗം പറയാം. മനസ്സിൽ കിട്ടുന്നത് ബാങ്കോക്ക്, മലേഷ്യ, വിയറ്റ്നാം, ദുബായ്, ദോഹ, പിന്നെ ഇതാ ദുബായ്, ദോഹ, കുവൈറ്റ്. ഓബിയസ്ലി ഞാൻ അവിടെയാണ് പഠിച്ചതും വളർന്നത്. കുവൈറ്റ്, പിന്നെ സൗത്ത് കൊറിയ, ടർക്കി, പിന്നെ യൂറോപ്പിൽ പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ബുദാപെസ്റ്റ്, ജർമ്മനി, പിന്നെ അമേരിക്ക. ഇത്രയും രാജ്യത്തിലാണ് ഞാൻ പോയിരിക്കുന്നത്. പ്രിയം ഓൾമോസ്റ്റ് ഈ രാജ്യങ്ങളിൽ കുവൈറ്റ് ഒഴികെ, കുവൈറ്റും അമേരിക്ക ഒഴികെ. അതുകൂടാതെ ഞാൻ കല്യാണത്തിന് മുന്നേ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ലണ്ടൻ അവിടെയും പോയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അതുകൂടാതെ ഈ 3 സ്ഥലങ്ങളും. ഓക്കെ, അപ്പം അത്രയും രാജ്യങ്ങളാണ് പോയിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താ? ഇസ് യുവർ വൈഫ് തമിഴിൻ ഓർ മലയാളി ഇറ്റ്സെൽഫ്? വാട്ട് അബൌട്ട് യു? അയ്യോ, തമിഴിൻ ഓർ മലയാളി എനിക്ക് ആക്ച്വലി അറിയില്ല. ശരിക്കും ഞങ്ങൾ രണ്ടും തമിഴിയൻസ് ആണ്. ഞാൻ എപ്പോഴാ തമിഴിയനായ? നമ്മള് പിള്ളയല്ലേ തമിഴ്? അങ്ങനെയൊന്നുമില്ല, എന്റെ അമ്മയുടെ പിള്ളയാണ്. പക്ഷെ നമ്മള് വീട്ടിലെല്ലാരും മലയാളം സംസാരിക്കാറ്. പക്ഷെ ഇവരുടെ വീട്ടിൽ പാരന്റ്സും അവരൊക്കെ തമിഴിയൻസ് ആണ്. അല്ല, ഇവരുടെ വീട്ടിൽ പക്ഷെ തമിഴൊക്കെ സംസാരിക്കാറുണ്ട്. സിസ്റ്റേഴ്സ് ഒക്കെ സംസാരിക്കും, അമ്മയുടെ സിസ്റ്റേഴ്സ് ഒക്കെ സംസാരിക്കും. പക്ഷെ ഞങ്ങളൊക്കെ ഫുൾ മലയാളം തന്നെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മലയാളം ഫുള്ളായിട്ട് അറിയില്ല, തമിഴും അറിയത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. എനിക്ക് മലയാളം നന്നായി അറിയാം. ഓക്കെ, എന്തോ. പിന്നെ ലാസ്റ്റ്, ഹാവ് യു എവർ ഹാഡ് പാരനോർമൽ എക്സ്പീരിയൻസസ്? എന്ന് പറഞ്ഞാൽ പ്രേതത്തിന് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി 2-3 തവണ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടായിട്ടുണ്ട്. പ്രിയൊക്കെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് തന്നെ ഒരുപാട് നേരമായി. എന്തായാലും വി ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ. ഇവിടെ വെച്ച് നിർത്തണമെങ്കിൽ നിർത്താം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ ബാക്കിയും ചെയ്യാം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ബൈ.